ഒന്ന് നിർത്തറ. എടാ ചിറ്റേ, എന്താടാ എന്താ കാര്യം? ആരോട് ചോദിച്ചാൽ നിങ്ങൾ വീടിനുള്ളിൽ കയറിയത്? എന്താ ചിരിക്കണ? ഇവിടെ കയറുന്ന ആരും സമ്മതം നിന്റെ? ഇവിടെ വെങ്കിടിയില്ല, ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. മര്യാദയ്ക്ക് വീട്ടിൽ നിന്ന് അറിയിക്കോ, അതാ നല്ല. ഞാൻ വളരെ മോശം. അത് ഞങ്ങൾക്കറിയാം. എന്നാലും നിന്നെ ഈ വേഷത്തിൽ കണ്ടിട്ട് എങ്ങനെ പോവും എന്റെ തമ്പുരു? പിന്നെ എന്താ നിങ്ങൾക്ക് വേണ്ടത്? ചെവിയിൽ 2 ചെമ്പരത്തിപ്പ് കൂടെ വച്ചെങ്കിൽ നന്നായിരുന്നു. പപ്പാ, കളിക്കല്ലേ കളിക്കല്ലേ, എന്നോട് കളിക്കാൻ നിൽക്കല്ലേ. എന്റെ അടുത്ത് വരരുത്, എന്റെ ദേഹത്ത് തുടരുത്. എന്താ സൗന്ദര്യം! ഇപ്പൊ നിന്നെ കണ്ട ഏതൊരാണിനും മോഹം തോന്നും. വാ തമ്പുരു, വാ. നിന്നെ ഞങ്ങൾ ശരിക്കൊന്നും കാണട്ടല്ലാണ്ട് വേറെ ഒന്നും ചെയ്യൂലെന്ന്. നിന്നെ ശരിക്കും കാണട്ടെ. ഗുസ്തി പിടിക്കാൻ നിൽക്കല്ലേ ഈ തോക്കുകളോ? കരയണ്ട, ഞങ്ങളൊരു തമാശ ചെയ്തല്ലേ. നമ്മളെല്ലാം കൂടി ഇവനെന്തോ ചെയ്തു. എടാ ഒരു തമാശ കുഴപ്പിക്കാൻ വേണ്ടി ചെയ്തതാ. നീ ഇങ്ങനെ സീരിയസ് ആയിട്ട് എടുത്താലോ? ഇവനിതെന്ത് കാര്യമിരിക്കണ്? വലിയ കാര്യമുണ്ട്. ഞാനൊരു കാര്യം പറയാം, ഇനി അവനവിടെ നിർത്താതിരിക്കുന്നത് നല്ലത്. വെങ്കിലേ, ഈ ഒരു വാക്ക് പറഞ്ഞാൽ മതി. പിടിച്ചു പുറത്താക്കണമെങ്കിൽ ആക്കാം. എന്താക്കണ? കാരണം ഇതിന്റെ പേരിൽ ഈ ഇവിടുന്ന് പോകാൻ പാടില്ല. ഇനി നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ശരിയാവൂല. അവൻ നമ്മൾ വിചാരിക്കണ പോലെ അല്ല വെങ്കിടി. പെശകാന്നേ, ഹൈ പെങ്കൂച്ചാന്നേ. അതുകൊണ്ട് അവനെ പിടിച്ച് പുറത്താക്കിയേ. ഒന്ന് പോടാ. എന്താ പുറത്താക്കിയ? എന്താ നിന്റെ തീരുമാനം? ഒരാളുടെ മനസ്സ് പോലെയാണ് അയാളുടെ ജീവിതം.
മനസ്സ് തകർന്ന് ജീവിതവും തീർന്ന്. പിന്നെ നമ്മൾ വിചാരിക്കുന്ന പോലെ മറ്റുള്ളവർ പെരുമാറണമെന്ന് വാശി പിടിക്കുന്നതിൽ എന്താ കാര്യം? പെട്ടെന്നൊരു തീരുമാനം വേണ്ട, വേറെന്തെങ്കിലും വഴിയുണ്ടോ എന്ന് ആലോചിക്കാം. പപ്പേട്ടാ വെങ്കിടി പറഞ്ഞ ആളൊന്നു പോവല്ലേ? വിട്ടോ, ഞാൻ ഇവിടെ എത്താം. ആ ഞാൻ വിളിക്കാം. പാട്ടോ ആ എന്തരേക്കാ ഒന്ന് ഇറങ്ങി വാന്ന്. വെങ്കിടി പറഞ്ഞ ആളെത്തി. ഉവ്വാ ആ ഈ വിട്ടോ, ഞാൻ ലോഡ് ഇറക്കിട്ട് വരാം. ശരി, ശരി. ആ. അത്രയും മതി, അതിൽ കുടിച്ചാൽ ഏയ്, വന്നോടാ വന്നു. ആയിട്ട് വന്നു ഒന്ന്. ആ. വാ, കേറി വാ. ആരാ ഇവരൊക്കെ? ഫ്രണ്ട്സാ. പപ്പൻ, കുയില്, ചിറ്റാമൃത്, മായൻ, SRK. ഹലോ. നല്ല സ്വഭാവമുള്ള ആളുകളാ. ഇന്നത്തെ കാലത്ത് ഇത്രയും നല്ല സ്വഭാവമുള്ള ആളുകളെ കണ്ടിട്ടാൻ പാടാ. ഇവനിത് ആരെ കുറിച്ചാ പറയണേ? നമ്മളെ കുറിച്ചാണ്. സത്യമായിട്ടും ഐശ്വര്യട്ടി വലത് കാലം വെച്ച് കയറിക്കോളൂ. അല്ല, ഞാൻ ഇടതുകാലം വെച്ച് കയറിയാൽ എന്താ കുഴപ്പം? ഞാൻ നിന്റെ കെട്ടിയോളൊന്നും അല്ലല്ലോ. ഒരു കുഴപ്പമില്ല, ഏതെങ്കിലും കാലം വെച്ച് കയറിക്കോ. ആ ഇടത് മതി, ഇടത് മതി. ഓ ഓ ഓ ഞാൻ വലുതാലോചിച്ച് കയറി. നിന്റെ കരിങ്കാലാണ്, അവിടെ നിന്നാ മതി. വരൂ വരൂ കുട്ടി, നമുക്ക് അകത്തേക്ക് പോവാം. എല്ലാരും കൂടെ ഇരിക്കട്ടാ, ഞാൻ നോക്കിട്ട് വരാം. ഡാ, 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 അവിടെ പോണം. അവിടെ ഇരിക്കി. അതല്ലാതെ പരിപാടിയായി പോയി. മര്യാദക്ക് പണിക്ക് പോയാൽ മതിയായിരുന്നു. ആ, ഇത് ഫുള്ളി ഫർണിഷ്ഡാ. കൊള്ളാലോ. മാലയ്ക്ക് വേണമെങ്കിൽ ഈ മുറിയിൽ കിടക്കാം, മാലയ്ക്ക് വേണമെങ്കിൽ ആ മൂലക്ക് കിടക്കാം, അവിടെ കിടക്കാം, എന്റെ കൂടെ കിടക്കാം, അല്ല എന്റെ മുറിയിൽ കിടക്കാം, എവിടെ വേണമെങ്കിലും കിടക്കാം. എല്ലാം മാലയുടെ ഇഷ്ടം. ശരി ശരി. വാ, ഇനിയുണ്ട് റൂംസ്. ഇതാണ് നമ്മുടെ പ്രധാന പാചകശാല. വേണമെങ്കിൽ തിരുവാതിര കളിക്കാം. ഇവിടെയോ? ആ. നിങ്ങൾ രണ്ടുപേരും കൂടെ എന്നെ കൊണ്ട് ആ കളി കളിപ്പിക്കാതിരുന്നാ മതി. എന്താ പേടിയാ? പേടിയോ? എനിക്കോ? എന്നാ പിന്നെ ഞാൻ നിന്റെ കൂടെ ഇറങ്ങി വരുവോ? ഓ, ഓ. ഓൾ ഇവിടെ നിൽക്കാനാ പരിപാടിയെങ്കിൽ പടച്ചോനെ ഇജ്ജെന്നെ കാക്കേ വഴിയുള്ളോ. എന്റെ കൺട്രോള് പോവാണ്ട. ഇങ്ങോട്ട് കയറിക്കോ. എന്റെ പേടി അമ്പാളും നാട്ടുകാരും കൂടി പെലാട്ട് പറഞ്ഞുണ്ടാക്കുന്ന. എനിക്ക് നാട്ടിലും പാർട്ടിയിലും ഒരു ഇമേജ് ഉള്ളതാ. ഓ എന്തിന്? ഇവരിവിടെ ഭാര്യയും ഭർത്താവായിട്ട് കഴിയുകയാണെങ്കിൽ ആർക്ക് എന്താണ് പ്രശ്നം? തമ്പൊരു വേലക്കാരനും അത്രേ ഉള്ളൂ. ഇവര് രണ്ടുപേരും ഭാര്യയും ഭർത്താവാണെങ്കിൽ എന്തൊലക്കാണ് നമ്മൾ ഉറക്കൊഴിക്കണത്? തീരുമാനം എന്താണെങ്കിലും മാല പറഞ്ഞോ. പറ്റുന്നെങ്കിൽ നിക്ക്, അല്ലെങ്കിൽ ഞാൻ കൊണ്ടുവിടാം. രണ്ടായാലും കുഴപ്പമില്ല. അറിയാലോ, എന്റെ ഗതികേട് കൊണ്ടാ ഞാൻ നിന്റെ കൂടെ ഇറങ്ങി പുറപ്പെട്ടത്. ഇത്ര നാള് നിക്കണം എന്നൊന്നും എന്റെ അടുത്ത് പറയരുത്. സന്തോഷത്തോടെ ആണെങ്കിൽ പോണവരെ പോവാം. പിന്നെ കാശ് അത് മാസം തികയുമ്പോ തരും. ഏ? അല്ല, മാസം തരും. അയ്യോ തെറ്റ്. ആ, നീ ഒരാളാണെങ്കിൽ ശരി. ആ വെളിയിരിക്കുന്നവരുടെ ഉദ്ദേശം? കൂടെ അങ്ങോട്ട് അകത്ത് പോയിരുന്നെങ്കിൽ തട്ട് മുട്ടേ ഒപ്പം നിന്ന് വർത്താനം പറയൊക്കെ ചെയ്യായിരുന്നില്ലടാ പന്നിയോളെ. ഇതൊരുമാതിരി കായില്ലാത്തൊരു ഇറച്ചി വാങ്ങാൻ വന്ന പോലെ. കുഞ്ഞു മിണ്ടാണ്ടിരിക്കടാ. ഇറച്ചി കൊതിക്കാരൻ വന്നു കിടന്നു. പുറത്തിറങ്ങിയ പീഡാ കേസാ, പണി പാളും. ആലോചിച്ചിട്ട് ഇപ്പൊ തന്നെ നെഞ്ചു പറിച്ചിട്ട് പാടില്ല. എങ്ങടാ അവിടെ ഇരിക്കടാ. ഒരു ക്രിമിയടി വന്നേക്കണ്. എവിടെ നീ പറഞ്ഞ ആള്? വെള്ളം പുള്ളിക്കിന്ന് കളിയുണ്ടേ, വരും കരുതിയിരുന്നോ. ചോദിച്ചാലും തരില്ല ആ പന്നി. നീ ചെല്ലൊന്നു ചോദിക്കേ. ചെല്ല് പോ. ഒരുവൻ മുതലാളി, ഉലകിൻ മറ്റവൻ തൊഴിലാളി. എന്താണത്? കേരളത്തിലെ രജനീകാന്തോ? ഒരെണ്ണം കൂടെ എടുക്കട്ടെ. അണ്ണാ, എനിക്ക് ലേശം കാശ് വേണം അണ്ണാ. ഏയ് എപ്പോ നോക്കിയാലും കാശ് കാശ്. നീ വായ പൊളിക്കുന്നു തിന്നാനും കാശ് വയ്ക്കാനും വേണ്ടി മാത്ര.
കൊടുക്കില്ല. വടുകൻ ഇവന്മാരെ വെച്ച് ട്രൂപ്പ് നടത്തണം, എന്നെ വേണം തല്ലാൻ. വല്ലാത്ത കഷ്ടം. ഒന്നും മനസമാനത്തോടെ മനുഷ്യന്മാർക്ക് ഇരിക്കാനും സമ്മതിക്കില്ല വെച്ചാല്. വീടും കുടിയില്ല, ഒറ്റാന്തടി, പിന്നെ എന്തിനാണ്ടാ നിനക്ക് കാശി? ചുരുട്ടി മൂക്കിൽ വലിക്കാന് പോയി നിങ്ങള്. ഒന്നും മര്യാദയ്ക്ക് സംസാരിക്കണ. അടുത്ത പ്രാവശ്യം കുന്നല് കളി കൂടി ഒന്ന് കഴിയട്ടെ, ഒക്കെ കൂടി ഒരുമിച്ച് തരാം. അത് പോരണ്ണ, എനിക്ക് വേണം കുറച്ച് കാശ്. ഇവനെ കൊണ്ട് തോറ്റുപോയല്ലോ. പോയി പാവം ശരീരം വേർപ്പിച്ചുണ്ടാക്കിയ കാശ് വയ്ക്കുമ്പം പിപ്പിടിയാട്ടി പേടിപ്പിക്കുകയാണ് പളനി. സ്വന്തം കാര്യത്തിന് പോരാത്തവന് ഇത് തന്നെ ഗതി. എന്റെ ഗതി വരുമോ? അയാളൊന്ന് കണ്ണുരുട്ടുമ്പോഴേക്കും നീ എന്തിനെങ്ങനെ പേടിക്കുന്നേ? അയാൾ പിടിച്ച് വീഴുമോ നിന്നെ? എപ്പോഴും തോപ്പിക്കാൻ നോക്കുന്നവരോട് എപ്പോഴെങ്കിലും ഒന്ന് ജയിക്കേ. അല്ല നിന്നെ എനിക്കെന്താ വാങ്ങിത്തരുന്നത്? കുന്തം. എനിക്ക് വീട്ടിൽ ഒരുപാട് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട്. എന്തിനാ നീ എന്റെ പിന്നാലെ തന്നെ വരുന്നത്? നിനക്ക് അതിലേതെങ്കിലും പോക്കൂടെ? ആരാ നീ? മാല. നിന്റെ പേരെന്താന്നാ ചോദിച്ചത്? അതാ പറഞ്ഞത് മാല. നീ എന്തിനാ വീട്ടിനോട് കയറിയത്? ആരോട് ചോദിച്ചാണ് നീ വീട്ടിനോട് കയറിയതെന്ന്? എന്താണ് നോക്കുന്നത്? എന്താ നിന്റെ ഉദ്ദേശം? പറഞ്ഞോ മര്യാദയ്ക്ക്. എന്റെ സ്വഭാവം മഹാമോശമാണ്. കാര്യം പറയുമ്പോൾ ഇടിച്ചു കാണിക്കണം.